അല്ല, ഗവർണർക്ക് സമയമുണ്ട്. ഗവർണർ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്കനുസരിച്ചിട്ടാണ് പോകുന്നത്. സാധാരണ ക്രമസമാധാന ഭംഗമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഗവർണറോട് മുൻകൂട്ടി പോലീസ് പറയണം, ഈ റൂട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അവർ പറയണം, ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ല, സംസ്ഥാന പോലീസിന് സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ല എന്ന് പറയണം. കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമാണ്, അതുകൊണ്ട് ക്രമസമാധാനം പാലിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയട്ടെ. ഇതിലേതെങ്കിലും ഒന്ന് പറയണമല്ലോ. അല്ലെങ്കിൽ ഇത് സമ്മതിക്കേണ്ടി വരും. ഇതാണ് വസ്തുത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്, തകർന്നാണോ എന്ന് എനിക്കറിയില്ല, ഞാനല്ലല്ലോ പറയുന്നത്. അതായത് സംസ്ഥാന ഭരണത്തലവന് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ആളുകളാണ് പറയേണ്ടത് കേരളത്തിലെ ക്രമസമാധാനം തകർന്നോ ഇല്ലയോ എന്ന്. ഞാൻ പറയുന്നില്ല. പരിഹാരം വേണം, അഴിമതി ഇല്ലാതാകണം. സ്വജനപക്ഷപാതമല്ലല്ലോ പരിഹാരം. ഭാര്യമാരെയും അതുപോലെ മക്കളെയും പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയും, ഇപ്പോൾ നിങ്ങൾ നാട്ടുകാരിയല്ലേ, ഈ നീലേശ്വരം ഇവിടെ ഉള്ളതല്ലേ, ഇപ്പോൾ ഒരു SFI നേതാവ് മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ ദിവസം കേസെടുത്തിരിക്കുകയാണല്ലോ. അവസാനം വിദ്യയാണോ അവിദ്യയാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ശരി, ഇതുപോലത്തെ തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കണം എന്നാണോ ഇതിന് പരിഹാരം? തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കാൻ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഗവർണർ എടുക്കുന്ന സമീപനം ആ സമീപനത്തോടൊപ്പം നിൽക്കുന്നവരാണെന്നുള്ളതാണ് കോഴിക്കോട് അദ്ദേഹം മിഠായി തെരുവിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എടുക്കുന്ന നിലപാട് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ ജനങ്ങൾ. കുറച്ച് CPMകാർക്ക് എതിർപ്പുണ്ടാവും, അത്രേ ഉള്ളൂ. CPMലും എല്ലാവർക്കും ഒന്നും എതിർപ്പില്ല. കാരണം ധാരാളം CPMകാരായിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകൾ, ജോലി കിട്ടാൻ അർഹതയുള്ളവർക്ക് ഇതുപോലെയുള്ള സ്വന്തക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ജോലി കിട്ടാതെ പോകുന്നുണ്ട്. അവർക്കടക്കം എതിർപ്പുണ്ട്. അവരുടെ കയ്യിൽ നടക്കമുള്ള അവരെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഗവർണറെങ്കിലും, കാരണം പ്രതിപക്ഷം കേരളത്തിലില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അന്ന് ഈ സ്വജനപക്ഷപാതത്തിനെതിരായിട്ട് സംസ്ഥാന ഗവർണർ നിലപാടെടുത്തപ്പോൾ ഗവർണറെയാണ് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. സ്വജനപക്ഷപാതം കാണിക്കുന്ന, അഴിമതി കാണിക്കുന്ന മുഖ്യമന്ത്രിയല്ല, സർക്കാരിനെയല്ല. അതുകൊണ്ട് സർക്കാരിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഭരണത്തലവൻ എന്നുള്ള നിലയിൽ ഭരണത്തിൽ നിന്ന് അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിയാവുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. അത് സുപ്രീം കോടതി അടക്കം ശരിവെക്കുകയും ചെയ്തു. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം അല്ലേ? അല്ലല്ല ഒരു കാര്യം അല്ലല്ല, ഞാൻ പറയട്ടെ. അതായത് ഈ പുതിയ കഥ ഉണ്ടാക്കരുത്. ഗവർണറെ വഴിയിൽ തടഞ്ഞതിനെ തുടർന്ന് ഗവർണറുടെ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നു, അദ്ദേഹം വഴിയരികിലിരിക്കുന്നു. അതിനല്ലാതെ വഴിയിൽ റോഡ് സൈഡിൽ നിന്നിട്ട് പ്രതിഷേധിക്കുന്ന ആളുകളെ അടക്കം എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കണ്ടല്ലോ നമ്മൾ നേരത്തെ. റോഡ് സൈഡിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ, കരികോടി കാണിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് പിണറായിയുടെ കൂടെ പോയ പോലീസ് എന്ന് കണ്ടല്ലോ. ഇവിടെ അങ്ങനത്തെ കരികയൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് ക്യാപ്സ്യൂളുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ശിവൻകുട്ടി പലതും പറയും. ശിവൻകുട്ടി പറയുന്നതിനൊക്കെ ഞാൻ മറുപടി പറയാൻ തുടങ്ങി. ശിവൻകുട്ടി ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും. ശിവൻകുട്ടി കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ കാണിച്ചത് എന്തൊക്കെയാണെന്ന് പിറ്റേ ദിവസം പിന്നെന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലേ?